സദകാലത്തിലേക്ക് മാത്രം എത്തിച്ച് അവിടുത്തെ വളരെ പ്രകാശപൂരിതമാക്കട്ടെ. സാധനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയായി നമ്മളിൽ ചെയ്തു കൊടുക്കുന്നത് പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണയുടെ അവസാനിപ്പിക്കണം. മുമ്പ് ഞങ്ങളുടെ ബന്ധമുള്ളതാണ്. 2000 മുതൽ ഞങ്ങളുടെ ബന്ധമുണ്ട്. 2000-ലാണ് ഉസ്താദ് കോളേജിലേക്ക് വരുന്നത്, ഈ ഹൗസിലേക്ക് വരുന്നത്. ഞാൻ 98-ൽ ഈ ഹൗസിലേക്ക് എത്തി. ഞാൻ 8 കൊല്ലം ഈ ഹൗസിലേക്ക് പഠിച്ചു. ഉസ്താദ് 2000-ൽ വന്ന് ഉസ്താദ് 8 കൊല്ലം ഈ ഹൗസിലേക്ക് പഠിച്ചു. 98-ൽ ഞാൻ എത്തി. ഉസ്താദ് 2000-ൽ വരുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ആക്സിഡൻ്റ് ആണെങ്കിലും നന്ദി. ആ ടൈമിലെ ക്ലാസ് റൂം അതായത് താമസ റൂം ഒന്നായി. പിന്നീട് അതൊക്കെ മാറി. അങ്ങനെ ഞാൻ 8 കൊല്ലം പഠിച്ചു ഉസ്താദ്. അന്ന് മുതലേ ഉള്ള ബന്ധം, ഇന്ത്യയായ ബന്ധങ്ങൾ, പോയി ഉസ്താദിൻ്റെ ജീവിതം അനുഭവത്തിനോടും ഇൽമുമായി ബന്ധപ്പെട്ടു. ഉസ്താദിന് കളി എന്താണെന്ന് അറിയില്ല, ജീവിതത്തിൽ കളിച്ചിട്ടില്ല എന്ന് ഉസ്താദ് എപ്പോഴും പറയാം. നമ്മളൊക്കെ കളിയുടെ മാത്രം പറയുമ്പോൾ ഉസ്താദിനെ തിരിച്ചറിയാം. കളി ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇമാം നവവി റഹിമഹുല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഇമാമിനെ കളിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ ഇമാം ഓടലാണ്, കരഞ്ഞ് ഓടും, കളിയിൽ കൂടാതെ. അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ അനുഭവത്തിൽ സംരക്ഷിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതലേ ഉസ്താദുമായുള്ള ബന്ധം ഇൽമിയായ ചർച്ചകളും ഒക്കെ നടത്താറുണ്ടായി. അങ്ങനെ 2005-ൽ ഞാൻ ഇറങ്ങി. 2 കൊല്ലം കഴിഞ്ഞ് ഉസ്താദ് 2007 ഇറങ്ങി. 2 കൊല്ലത്തിന് ഗ്യാപ്പിലായിട്ട് ഞാൻ ആദ്യം എത്തി. ഉസ്താദ് 2 കൊല്ലം കഴിഞ്ഞെത്തി. പിന്നെ അത് സ്വാഭാവികമായും 2 കൊല്ലം മുമ്പ് ഞാൻ ഇറങ്ങി. 2005-ൽ ഞാൻ ഇറങ്ങി. 2007 ഉസ്താദ്. അങ്ങനെ പിന്നെ ഉസ്താദ് 2009 അതിലേക്ക് വന്നു. അന്നേ നമ്മൾ യാസ്മി പഠിക്കുന്ന അന്നേ സ്വലാത്തിന് ഞങ്ങൾ ഒന്നിച്ചു തരും. അങ്ങനെ സ്ഥലപരമായ വേദികളിൽ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ അങ്ങനെ രാവിലെ അങ്ങനെ അന്ന് മുതലേ ഞങ്ങളുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധം അവസാനം പിന്നെ എവിടെയും എത്തിച്ചു, ബാങ്കിലും എത്തിച്ചു. 2009-ൽ ഉസ്താദ് എത്തി. 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ എത്തി. അവിടെയും 2 കൊല്ലം കഴിഞ്ഞ് ഉസ്താദ് എത്തി. അതായത് ഞാനെത്തിയത് ഉസ്താദിൻ്റെ മുന്നിലേക്ക് എത്തി. ഉസ്താദുമാരുമായുള്ള ബന്ധത്തിലേറെ ബന്ധമില്ല. ഉസ്താദിൻ്റെ മുന്നിലേക്കായിരുന്നു ഞാൻ എത്തിയത്. എൻ്റെ മുമ്പിലേക്ക് ഈ ഹൗസിലേക്ക് ഉസ്താദ് എത്തി. എന്ന പോലെ ഇവിടെ ഞാൻ ഉസ്താദിൻ്റെ മുന്നിലേക്ക് അന്ന് അവിടെ അമിതവുമായി പിന്നെ അന്ന് ഇവിടെ തുടങ്ങിയിട്ടില്ല. അവിടെ ഉസ്താദിൻ്റെ ജീവിതം തന്നെ അന്നേ ഞങ്ങൾ ഉസ്താദിൻ്റെ വിവാദത്തിലായിട്ടായിരിക്കും. ഉസ്താദിൻ്റെ നിസ്കാരത്തിൽ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. ഉസ്താദ് നേരത്തെ എണീറ്റിട്ട് ഞാനത് കണ്ടിട്ടാണ് എണീക്കുന്നത്. ഉസ്താദ് ഇങ്ങനെ സ്കരിക്കുമ്പോൾ മക്കളെ കിട്ടാൻ തോന്നില്ല. പിന്നെ മക്കളെ കിട്ടാൻ തോന്നില്ല. ആ രൂപത്തിലായിരുന്നു ജീവിതം. പിന്നെ എൻ്റെ കയ്യിൽ തമാശകളുണ്ടാവും. ഉസ്താദ് നല്ല സുഖങ്ങളാണ്. ഞാൻ ഇതൊക്കെ ആ ഒരു തമാശയിലൂടെയായിരുന്നു എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം പിന്നെ ഈ
ഞായറാഴ്ച ചെങ്ങാനൂരിലാണ് യാസുനിയിലേക്ക് തൊഴിൽപ്പോതാൻ വേണ്ടി പോകും. അപ്പോൾ തൊഴിൽപ്പോതാൻ വേണ്ടി ഞാൻ അന്നത്തെ സ്ഥാനം ചോദിച്ചതായിരുന്നു. തൊഴിൽപ്പ് നൂറി തീർക്കല്ലേ സ്ഥാപനം താല്പര്യം തീർക്കാൻ വേണ്ടി അല്ലെ ആരെയും കൂട്ടണ്ടാവും പെട്ടെന്നാണ് കൂട്ടുക. പിന്നെ ബാക്കി മൂന്നാം പള്ളി മുതലാണ് തുടങ്ങാൻ. അപ്പം ഞാൻ പറഞ്ഞ സാറേ അസ്ലം കൂടി നേരിട്ടെ ഞങ്ങളുടെ പ്രയോഗമാണ്. പിന്നെ അസ്ലം അസ്ലീ എന്ന് പറയുമ്പോൾ അവർ ബന്ധം അകച്ച് പറയപ്പെടുന്നതാണ്. ഞാൻ സംസാരിച്ചിപ്പോൾ അതിന് അതൊരു ബന്ധം കൂടുമ്പോൾ പിന്നെ അപ്പോൾ നമുക്കെല്ലാം ചിലപ്പോൾ ഉസ്താദുമാരായപ്പോൾ പിന്നെ അബോക്കരാശ്രീ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ടെൻഷനാണ്. പത്രത്തിലുണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷം. അത് വയസ്സിലും തന്നെ പറയുന്ന പിന്നെ ഉസ്താദ് പറഞ്ഞു മൂലയിൽ പിന്നെ ദൈവമൂലയിലെന്നവർ പിന്നെ പിന്നെ ഉസ്താദ് പിന്നെ മനസ്സിലാക്കി ഉസ്താദിനെ അതിൻ്റെ വിഷമം മറ്റേത് അങ്ങനെ പ്രയോഗിക്കലില്ല. ആ ഒരു പ്രയോഗം ഒന്ന പുസ്തകത്തിലേക്ക് ഞാൻ പോയാൽ വയസ്സിലൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞങ്ങൾ ജീവിച്ച് അവസാനം ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് കൂടിയത് ഞായറാഴ്ച അത് കഴിഞ്ഞ് അതിലും പിന്നെ അതിൻ്റെ ഇടയിൽ ചർച്ചയുടെ പൊക്കെന്തെയും ഞങ്ങൾ ചർച്ച ഉണ്ടാകും. പിന്നെ പോകുന്ന സന്ദർഭത്തിൽ മാലികയുടെ പറ്റുമ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനത്തിലായിരിക്കും. ഉസ്താദ് ജീവിതത്തിലായിരിക്കും. ഉസ്താദ് ആ പതിവ് തെറ്റിക്കാതെ ഉസ്താദ് എത്തിക്കാതെ ചെറിയ സിനിമാലി ഉണ്ടാവും. ഇങ്ങനെ നുള്ളന ആക്കിയിട്ട് ആ മനസ്സിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കേണ്ട പഠിച്ചത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് അമല് ചെയ്യാൻ കഴിഞ്ഞാൽ ചുരുക്കത്തിൽ എല്ലാം 2 കൊല്ലത്തിലാണ്. 2 കൊല്ലം അവിടെ 2 കൊല്ലം 2 കൊല്ലം ഏകദേശം ഞാനാകുമ്പോഴേക്ക് വന്നു. പിന്നെ മാറി ഈ ഉസ്താദ് മഴയിൽ ഇറങ്ങി. അപ്പോൾ വളരെ സന്തോഷമായി. ഉസ്താദാണ് ആദ്യം വന്നത്. മഴയിലേക്ക് ആദ്യം വന്നത് ഉസ്താദാണ്. എൻ്റെ 2 കൊല്ലം മുമ്പ് അള്ളാഹുത്താല നമുക്കൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഉള്ളത് ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരാലിമിന്റെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും അത് നികത്താനാവാത്ത പരിഹരിക്കാൻ സാധിക്കാത്തൊരു മുസീബത്താണ്. ഒരു മുമ്പിൽ മരിച്ചാൽ തന്നെ മഹാനായ അയ്യൂബ് സഖ്തിയായി ഞങ്ങൾ പറഞ്ഞത് കാണാം. എൻ്റെ ഇഹ്വാനികളിൽപ്പെട്ട എൻ്റെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അത് എൻ്റെ ഒരു അവയവം മുറിഞ്ഞ പോലെയാണ്. എൻ്റെ ഇഹ്വാനിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ തന്നെ എൻ്റെ ഒരു അവയവം മുറിഞ്ഞതിന് തുല്യമാണ്. അങ്ങനെയാകുമ്പോൾ ഒരാലിമിൻ്റെ മരണം കൂടിയാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഉസ്താദ് കൂടിയാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരനാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരവസ്ഥ? ഒരു അവയവമല്ല, നമ്മുടെ ശരീരം മുഴുവൻ നഷ്ടപ്പെട്ട പോലെയാണ്. നികത്താനാവാത്ത വിടവാണ്. കെട്ടണഞ്ഞ് ഈ ഭൂമുഖത്തിൽ നിന്ന് മറഞ്ഞുപോയ നക്ഷത്രമാണ്. എന്നിട്ട് അഭിമാനം തങ്ങൾ പറഞ്ഞു ഒരു ആലിമിന്റെ മരണത്തിനേക്കാൾ എളുപ്പം ഒരു കബീല ഒന്നടങ്കം ഒരിക്കലാണ്. ഒരു ആലിമില്ലാത്ത ഒരു കബീല ഒന്നടങ്കം ഒരിക്കലാണ് ഒരു ആലിമിന്റെ മരണത്തിനേക്കാൾ ഐസർ. ഞാനിങ്ങനെ ഓർത്തത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അമ്മാർ ബിൻ അബി അമ്മാർ എന്ന് പറയുന്നുണ്ട് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ മറമാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ ഒരു കൊട്ടാരത്തിൻ്റെ തണലിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാക്കദാ ദഹാബുൽ ഇൽം, ഇങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെട്ടു പോകുക. ഇൽമ നശിക്കുക എന്ന് പറയുന്നത് ഇൽമ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞത് ഈ രൂപത്തിലാണെന്ന് പറഞ്ഞ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് തുഫിന അൽയൗം ഇൽമുൻ കസീർ, ധാരാളം ഇൽമുകൾ നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ മറമാടിയിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ ഒരു ആലിം എന്ന് പറഞ്ഞ ആരാ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്
എൽമ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളെ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെ. ഉസ്താദിൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഗതിയെ എല്ലാവരും പറയണം. ഒരു ആലിമിനെ ഒരു താലിബിലിമിന് വിജയിക്കാൻ പറ്റില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. താലിബിലിമിന് വിജയിക്കാൻ പറ്റില്ലേ? ആനരായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ പറഞ്ഞ കാര്യം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യത്ലുബു ഹാദൽ ഇൽമ അഹദുൻ ബിതമല്ലുലി വഇദ്ദിൻ നഫ്സി ഫയുഫ്ലിഹ് വലാകിൻ മൻ തലബഹു ബിദില്ലത്തിൻ നഫ്സി വബിഇല്ലാഹി വഖിദ്മത്തിൽ ഉലമാഇ യഫ്ലഹ്. ഒരാൾ തമല്ലുൽ കൊണ്ടോ അഥവാ ഇളന്ന് മറിഞ്ഞ് എന്ന പോലെ ഇസ്സത്തിൻ നഫ്സ്, ഒരു മുസ്ലിം വരാതെ ഇസ്സത്തിൻ നഫ്സോടുകൂടെ, ദില്ലത്ത് വരാതെ ഇസ്സത്തിൻ നഫ്സോടുകൂടെ ഇൽമു പഠിച്ച് വിജയിക്കുക എന്നത് ഒരിക്കലുണ്ടാവില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. തുടർന്ന് ഷാഫി ഇമാം പറഞ്ഞത്, വലാകിൻ മൻ തലബഹു ബിദില്ലത്തിൻ നഫ്സ്, ദില്ലത്തിൻ നഫ്സോടുകൂടെ ഇൽമു പഠിക്കുന്നതിന് ഒരു ദില്ലത്ത് വരും. പ്രത്യേകിച്ച് അസംസാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താരീഖിൻ്റെ മേഖലയാണ്. താരീഖിൻ്റെ മേഖലയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇൽമു പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദില്ലത്തിൻ നഫ്സാണ്. കാരണം നഫ്സിനെ ആ നിലക്ക് ഒതുക്കിയിട്ട് നേരിടുകയും അങ്ങനെ ആ ദില്ലത്തിൻ നഫ്സോടുകൂടി പഠിക്കുന്നത് വലിയ ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങൾ, പ്രയാസമാണ്. ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഉസ്താദ് സൂചിപ്പിച്ചു, ഉസ്താദിൻ്റെ ഉപ്പാക്ക് സുഖം വന്നു, ഉപ്പാനെ പരിചരിച്ചു, ഉമ്മാക്ക് സുഖം വന്നു, ഉമ്മാനെ പരിചരിച്ചു. പിന്നെ ഭാര്യയുടെ ഉപ്പൊക്കെ സുഖം വന്ന് കണ്ണിന് കാഴ്ചയില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. ആ ഉപ്പ പറഞ്ഞതാരോ ആരോ എഴുതിയിരുന്നത് അല്ലേ, ആ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു. എന്ന പോലെ ഉമ്മയെ നോക്കുന്നു. എന്തിനധികം ഉസ്താദ് ഇവിടെ നിന്ന് ഈ മാസമൊക്കെ എടുത്ത് ഉസ്താദ് വീട്ടിൽ പോയാൽ വീട്ടിലെ ജോലി ഉസ്താദ് ചെയ്യും. ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ പറയാൻ കാരണം പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം അവസാനം അത് ഞങ്ങളെ ഭാര്യമാര് തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തിയിരുന്നു. ഭാര്യമാരെ തമ്മിലുള്ള ബന്ധം. അപ്പോൾ അവരെ എപ്പോഴും വിളിക്കലും പിന്നെ ചെറുപ്പം കൊണ്ട് കുട്ടികളും ഉണ്ടായാലും അപ്പോൾ ഭാര്യ പറയുന്ന സംഗതികളാണ്. അപ്പോൾ വീട്ടിൽ അധിക ജോലികളാലും പഠിച്ചു വരും. കുട്ടികളെ നോക്കലും എല്ലാം സ്ഥാനം ചെയ്യും. എല്ലാം സ്ഥാനമാണ് ചെയ്യും. ആ രൂപത്തിൽ കുടുംബത്തെ നോക്കിയിരുന്നതാണ്. അതിലപ്പുറം പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കണ്ണന്മാരെ നോക്കുന്നു. അതിൻ്റെ അടയിലിനോട് പറഞ്ഞു, പിന്നെ എപ്പോഴും നിൽക്കും, ഇടയ്ക്ക് വരും. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉച്ചയോടുള്ള ബാധ്യത, തൻ്റെ പിന്നെ തനിക്കൊരു മകളുണ്ടാവുകയും അല്ലെങ്കിൽ തനിക്കൊരു ഉത്തുണ്ടാവുകയും ചെയ്ത് അവരെ നല്ലപോലെ നോക്കിയാൽ അവർക്ക് സുഖമുണ്ട് തന്നെ ഭാഗ്യ കുടുംബങ്ങൾ പഠിപ്പിക്കും. കാരണം അതൊക്കെ ആ ഒരു കുടുംബത്തിലുള്ള മനസ്സിലെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ആ കൂട്ടത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചു, അവർക്ക് ഉസ്താദിൻ്റെ ഭാര്യ കാണുന്നമാരെല്ലാം ഒന്നുമില്ല. അതിലപ്പുറം ഉസ്താദിൻ്റെ അമ്മായിമക്കും ആണെന്നവരില്ല. അഥവാ ഇങ്ങനെ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് അമ്മമാരില്ല എന്നർത്ഥം. അമ്മമാരുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും, അതുമില്ല. ഉസ്താദ് പറഞ്ഞ പോലെ നമ്മളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പിന്നെ വെള്ളിയാഴ്ച രാത്രി ഞാൻ എൻ്റെ ഭാര്യയുടെ അപ്പോൾ ഭാര്യ കണ്ടെങ്കിൽ കരഞ്ഞ് ഇനി കാലാണ് ചോദ്യം ചോദിച്ചു, എനിക്ക് ആരുമില്ലല്ലോ. അപ്പോൾ ആ ഒരു വിടവ് ഒരിക്കലും അവർക്ക് തോന്നുന്ന രൂപത്തിൽ ആവരുത്. നമ്മൾ ചെയ്യണം, നമുക്ക് ഏറ്റെടുത്ത് നമ്മൾ ആ രൂപത്തിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫീക്ക് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ലീഗുലൈസോടെ പഠനം നടത്തി അത്രയും വലിയ പ്രയാസത്തിലാണ് ഉള്ളത്. അതിലപ്പുറം അടിവരയിടേണ്ടത് ഹിദമത്തിൽ ഉലമ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിദമത്തിൽ ഉലമ, ഉലമായിലുള്ള ഹിദമത്ത്, ഉലമായിൻ്റെ ഹിദമത്തും ഈ പറഞ്ഞ ദില്ലത്തുൻ നഫ്സും പിന്നെ ലീഗുലൈസും ഒരു ഹിദമത്തുൽ ഉലമ. ഈ രൂപത്തിൽ ഒരാൾ പഠനം നടത്തിയാൽ അഫ്ലഹ്, അവൻ വിജയിച്ചു പോയി. ഉസ്താദ് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഫലാഹിൻ്റെ മാന പറയുമല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അതിൽ മറ്റാർക്കും കിട്ടാത്തൊരു വിജയമാണ് ഉസ്താദിന് കിട്ടിയിട്ടുള്ളത്. വിജയിച്ചു എന്നത് ഹിദമത്തുൽ ഉലമ, ഉസ്താദ്മാർക്കുള്ള ഹിദമ. ഞാൻ ഇന്നലെ റൈസുലമയുടെ ഉസ്താദിനെ കാണാൻ അങ്ങനെ പോയതായിരുന്നു. ആ ഉസ്താദിൻ്റെ തന്നെ ഉസ്താദ് 2-3 വട്ടമൊക്കെ ഉസ്താദ് പറഞ്ഞു, അവൻ നല്ല കുട്ടിയായിരുന്നു. അവന് പിന്നെ എല്ലാ ആഴ്ചയും
ഉസ്താദിനെ കാണാൻ ചെല്ലണമെങ്കിൽ എല്ലാ ആഴ്ചയും വരും, 2 പെരുന്നാൾക്കും വരും. അപ്പോൾ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞു ഉസ്താദ് ഇത് പറയും. ഉസ്താദിൻ്റെ ജനാധിപത്യത്തെ വെച്ച് നമുക്കൊക്കെ അസൂയ വരും. സ്വീകരണനാട്ടിലെ യുദ്ധത്തിൽ നമ്മൾ ജനാദയുടെ കൊണ്ടു വെച്ചേക്ക് റൈസുലമങ്ങനെ നമുക്ക് തടവിയിട്ടുണ്ട്. ആ കഫമുടയിൽ ഇങ്ങനെ തടവിയിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇങ്ങനെ തടവിയിട്ടുണ്ട്. ഞാനത് ആലോചിച്ചു, ആ കഫമുടയുമായാണ് ഉസ്താദ് അവരിലേക്ക് ചെല്ലുന്നത്. മഹാനരായ വിശ്വലാഖിയൊക്കെ തൊട്ടൊരു ബത്തക്കയെ സംബന്ധിച്ചു ബത്തക്ക ആരാധന കമ്പനികള് അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ പിന്നെ മാംസം മറ്റൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ച കഥ. അങ്ങനെ അങ്ങാടിയിലെത്തിയപ്പോൾ ആളുകളൊക്കെ വട്ടടങ്ങിയിരുന്ന് പിന്നെ വത്തക്ക ഇങ്ങനെ ലേലം ചെയ്യും. അപ്പൊ ഇയാളത് കണ്ട് ഇയാളെ മനസ്സിലത് പിടിച്ച് ഇയാളത് ലേലം ചെയ്തു. വലിയ പൈസ അയാള് അവിടെ എത്താൻ നേരം വൈകിയിരുന്നു. പിന്നെ അരികത്ത് എത്തിയപ്പോൾ നേരം വൈകി എന്നുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ച് ഇതാണ് കൊണ്ടുവന്നത് ചോദിച്ചു. അപ്പൊ ഇത് മറുപടി പറഞ്ഞു, ഇതിങ്ങനെ വിശ്വല്ലാത്തി എന്നാണ് തൊട്ട വത്തക്കനല്ല. അപ്പൊ ഞാനത് നേരം വിളിച്ച് പറഞ്ഞതാണ്. സംഗതി ആകെ മോശപ്പെട്ട ടീമാണ്. പക്ഷെ അവരാ വത്തക്കൻ്റെ ഉള്ളു കിട്ടില്ല. വത്തക്കൻ്റെ പുറന്ന് തൊട്ടതാണ്. ആ വത്തക്ക അവർ കുറിച്ച് അവര് വത്തക്ക കഴിച്ച് അതോടുകൂടി അവരെ മനസ്സാകമാനം മാറി അവര് വലിയ ഉന്നതങ്ങളിൽ കീഴടക്കാൻ അവർക്ക് സാധിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ മഹാന്മാരുടെ ആ ഒരു സ്പർശനം അത് വല്ലാത്തൊരു സ്പർശനമാണ്, ചെറിയ സ്പർശനമല്ല. അത് കണ്ടിട്ടായിരിക്കും ഉസ്താദ് അതിലപ്പുറം ഉസ്താദ് അവിടെ നിന്ന് ISNSനോട് പറഞ്ഞു, നമ്മൾ ഇനി മണ്ണിടാൻ വേണ്ടി ചോദിച്ചു. ഇനിയും ഉസ്താദിനെ ഉസ്താദിന്റെ ജനാദ മറമാടുന്ന ഉസ്താദിനെ മറമാടുന്ന അവിടേക്ക് നമ്മൾ പോകുക എന്നൊക്കെ നമുക്ക് മണ്ണിടുക. അതായത് അവരുടെ പോവുകയാണ്. അത്രത്തോളം ഉസ്താദ് പറയണമെങ്കിൽ അപ്പൊ അത്രയും ഉസ്താദുമാരുടെ മനസ്സിൽ ഉസ്താദിനെ ഞാൻ വിളിച്ചിട്ട് രാവിലെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ച് നമ്മൾ മുമ്പില്ലാന്ന് ഉസ്താദ് നോക്കില്ല. ഉസ്താദ് പിന്നെ അമ്മാൻ എന്തായാലും അസ്ലം എന്തായാലും പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഞാൻ കുറെ ചെയ്യുന്നത് അത് അതിന് വേണ്ടിയിട്ട് നമ്മളാണ് നമുക്കാണ് അതിൻ്റെയൊക്കെ ബാധ്യത. ശരിക്കും ഉസ്താദിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉസ്താദിന്റെ ജീവിതം ചെയ്യും. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളും നടക്കുന്നില്ല. ചരിത്രം പഠിച്ചതാണ് ഞാൻ ശ്രമിക്കാം. നമ്മുടെ ചരിത്രം പഠിച്ചവരെന്നാണ് ആരായ ഇമാം ഹൽമാനി എന്ന് പറയുന്ന ഇമാം മഹാനവറുകൾ ബുഖാറയിൽ നിന്ന് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ തന്റെ ശിഷ്യന്മാരെല്ലാവരും കാണാൻ വേണ്ടി വന്നതാണ്. ഉസ്താദ് പോവുകയാണല്ലോ, എല്ലാ ശിഷ്യന്മാരും വന്നു. ഒരു സഞ്ചരി എന്ന് പറയുന്ന ശിഷ്യൻ അവിടെ വന്നില്ല. മുമ്പിൽ വന്നിട്ടില്ല, ശിഷ്യൻ വന്നില്ല. ആ ശിഷ്യൻ വന്നില്ല. അപ്പൊ ആ ശിഷ്യനോട് ചോദിച്ചു, എന്തെങ്കിലും വരാനില്ല. അപ്പൊ പറഞ്ഞു, മനകത്തിന് ഞാൻ സിയാറത്തിയ ഹിദമത്ത് ഉമ്മി, എന്റെ ഉമ്മക്ക് ഹിദമത്തെടുക്കായിരുന്നു ഞാനിത്. ഇതറിഞ്ഞപ്പോ ശൈഖ് പറഞ്ഞു, പിന്നെ ആയുസ് വറക്കത്ത് പറഞ്ഞു, ആയുസ് വറക്കത്ത്. പക്ഷേ എൽബി മേഖലയിൽ ഉയരാൻ കഴിയില്ല. എനിക്ക് ദർസ് കേട്ടാന്നാണ് എൽബി മേഖലയിൽ ഉയരാൻ കഴിയില്ല. കാരണം എന്റെ കൊള്ളു സംഗതി വേറെ പ്രത്യേകിച്ച് ഉമ്മക്ക് ഹിദമത്തെടുക്കുന്ന രാവിലെ കാരണം ഉണ്ടായതുകൊണ്ട് ഉസ്താദിനെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഉസ്താദുമാരോടുള്ള കടപ്പാട് ഉസ്താദ് ഒന്ന് പോവുകയാണ്. ഉസ്താദ് ഒന്ന് ആ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉസ്താദിനെ കാണാൻ എല്ലാ ശിഷ്യന്മാരൊന്നും ഈ ശിഷ്യൻ വന്നില്ല. വരാതിരിക്കാൻ കാരണം എന്തുകൊണ്ട്? അപ്പോൾ പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ ഉസ്താദിന്റെ ജീവിതത്തിൽ ഇൽമിനൊരു മുടക്കം വരാതിരിക്കാനുള്ള ഒരു കാരണം ഇത്രയും പ്രയാസങ്ങളുണ്ടായി. ഞാൻ അതാ പറഞ്ഞത്, ഇത്രയും പ്രയാസങ്ങളും ഇത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉസ്താദിന്റെ ഇൽമിനൊരു തടസ്സം വരാത്തതിന്റെ കാരണം ഇവിടെ ഹിദമത്തുൽ ഉലമാഇന്റെ അതിന്റെ ഒരു ബറക്കത്തായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പോലെ ഉസ്താദിന്റെ പിന്നെ നല്ല കിട്ടാന്ന് പറഞ്ഞാല് പിന്നെ റൈസുലം എന്ത് കൊടുത്തോ അതൊക്കെ അപ്പടി ചെയ്യുന്നതാണ്. സൈവന്മാര് കാര്യങ്ങളുണ്ട്, വിത്തുണ്ട്, വരണ്ട്, ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ട്. നമ്മളെങ്ങനെ ആലോചിച്ച് പഠിച്ചോ നമുക്ക് അതേപോലെ ചെയ്യാൻ കഴിയുന്നു. എല്ലാ ലോറിന്റെ ശേഷവും ഖുർആനിൽ ഇങ്ങനെ ഞാനൊരു ചോദിച്ചു, എന്താ ഇങ്ങനെ എന്താണ് ഇപ്പൊ ഇങ്ങനെ
പിന്നെ നമുക്ക് രണ്ട് പേര് മറിച്ചു ഏത് സൂറത്താവും ചോദിച്ചു. അപ്പോൾ അത് സൂറത്തുൽ ഫത്ഹാണ്, അത് റൈസുലമ എന്നാണ്. അപ്പം മുടങ്ങാതെ ഏത് യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മുടക്കില്ലാതെ ആ രൂപത്തിൽ ഒക്കെ കൊണ്ടു നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇൽമിൻ്റെ ലബ്ധത്ത് അറിഞ്ഞവരാണ്. മഹാനായ അല്ലാതെ ഞങ്ങൾ പറഞ്ഞു ലാ 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 യജിദുൽ ആലിമു ലബ്ധത്തൽ ഇൽമി ഹത്താ യുഹദ്ദിബ നഫ്സഹു വഅഖ്ലാഖഹു വയസ്തഖീമ അലൽ കിതാബി വസ്സുന്ന വയർമിയ ബിഖിയാസിഹി തഹ്ത ഖദമിഹി. അപ്പോൾ ആലിമിൻ്റെ ഇൽമിൻ്റെ ലബ്ധത്ത് കിട്ടണമെങ്കിൽ ഹത്താ യുഹദ്ദിബ നഫ്സിനെ സംസ്കരിച്ചെടുക്കണം. അതിൽ ആ രൂപത്തിലായി സാന്നിധ്യം നഫ്സിനെ സംസ്കരിച്ചെടുത്ത് എന്ന പോലെ പിന്നെ കിതാബ് സുന്നത്ത് മൃഗപ്പിടിക്കുക എന്ന് പറയണ്ടല്ലോ. എന്തായാലും നേതൃമോഹം എന്നത് ഇത് കാര്യം വെച്ചുകൊണ്ടിൽ ഒന്നുമില്ല. നേതൃമോഹമോ അങ്ങനെ മുന്നിലേക്ക് വരണമോ ഒന്നുമില്ല. ആ രൂപത്തിലായി മനുഷ്യരുടെ ജീവിതം. അപ്പോൾ ഇൽമിൻ്റെ ലബ്ധത്ത് അറിഞ്ഞ് ആ രൂപത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ അവസാനമായി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആയത്ത് ആരെങ്കിലും അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ഹിജ്റ പോയാൽ അതാ ആ ഹിജ്റ പോകുക എന്ന് പറഞ്ഞത് ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ പുറത്തിറങ്ങിയാൽ ദീനിയ ആവശ്യം ഒരു പക്ഷേ ഇൽമ പഠിക്കലാവാം, ഹജ്ജിന് പോകലാവാം, മുമ്പട്ട് പോകലാവാം, അല്ലെങ്കിൽ മക്കളെ ഹലാലായി പോറ്റാൻ വേണ്ടി വിദേശത്തേക്ക് പോകലാവാം. എന്നിട്ട് പിന്നെ വഴിയിൽ വെച്ച് മരണം സംഭവിച്ചാൽ പക്കത്ത് പൊക്കാൻ അജുറുക്ക് വരണം, കൂലി അല്ല ഏറ്റിട്ടുണ്ടെന്നാണ്. പക്കത്ത് പൊക്കാൻ അജുറ് കൂലി സംഭവിച്ചു പോയി, സ്ഥിരപ്പെട്ടു പോയി. അള്ളാന്റെ പേരിൽ ഒരു വാജിബായ അമ്മ പറയുന്ന അത് വാജിബില്ലല്ലോ. അത് പറയുന്ന അല്ല ഏറ്റെടുത്ത സംഗതിയാണ്. നിങ്ങൾ പറഞ്ഞു സവാബുക്കും ശുദ്ധമാണ് ഇതിന്റെ സവാബ്. മാത്രമല്ല അഭിമായ നൃത്തങ്ങൾ പറഞ്ഞു പിന്നെ ത്വാലിബില്ലിന്റെ ഒരു മരണം വന്നു. അവന് ആ ഒരു ഹിനാസോട് കൂടെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ മാത്രം അവൻ ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. അത് വിശദീകരിച്ച് ഇമാമികൾ പറഞ്ഞത് കാണാം. ഇതൊക്കെ ഉസൂലുൽ ഖാത്തിമിന്റെ ലക്ഷണമാണ്. ഉസൂലുൽ ഖാത്തിമിന്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാളെ എന്തെങ്കിലും ഹൈറ് തേടിക്കൊണ്ടുള്ള ജീവിതത്തിനിടയിലാണ് മരണപ്പെട്ടതെങ്കിൽ അതിറക്കു കാഴ്ച മുക്തി ഈ മുസ്ലിം മരണശേഷം അവനെ നിർത്തിക്കുന്ന അപ്പോൾ ഫേസ്ബുക്ക് വേണ്ടി ഇറങ്ങിയതാണ്. നേരെ വെച്ച് ദർസ് നടത്താൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇത്ര നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ദർസ് എടുത്താൻ വേണ്ടി നമ്മൾ ഉള്ളിൻ്റെ എവിടെയെങ്കിലും മുസ്ലിമോ ഇല്ലാതോ എന്തെങ്കിലും വന്നാൽ അത് നഷ്ടപ്പെട്ടു പോകാം. നല്ല ഇത് നമ്മൾ പറഞ്ഞത് വരാം, മനുഷ്യനല്ലേ, സാധ്യത ഉണ്ടാവാം. പക്ഷെ ഇതങ്ങനല്ല. ഇത് പ്രതീക്ഷത്തിലല്ല പോകില്ല. പലകുല്ലിൽ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. അതും പിന്നെ കുട്ടികളുടെ ഇടയിൽ ഇരിക്കാനുള്ള പോലും അപ്പോൾ ഒരിക്കലും ഇതില്ല. അങ്ങനെ ഒരു യാതോ രുചിമോ ഇല്ലാതെ വെറും ഇഖ്ലാസോട് കൂടിയുള്ള ഒരു അടക്കമാണ്. അങ്ങനെ ഒരാൾ ഇറങ്ങി പിന്നെ വഴിയിൽ വെച്ച് മരണപ്പെട്ടാൽ അതിറക്കവും ബാധമുക്തി ഈ മുസ്ലിം നീയത്തിക്കും. അവൻ്റെ ആ മുസ്ലിം നീയത്ത് കാരണം ആ കാര്യത്തിന് മരണശേഷം അവനെത്തിക്കാൻ കഴിയും, നമുക്ക് വിഫോദാൻ കഴിയും എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ആ ഒരവസ്ഥ അങ്ങനെ അവരെ സാബിത്തുൽ തങ്ങളെ സംഭവത്തിൽ കാണാം. മാനവരകളെ പിന്നെ താല്പര്യം നീക്കുമ്പോൾ എപ്പോഴും ആർക്കും കുറച്ച് കബറിൽ ആർക്കെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ അവസരം കൊടുക്കുകയാണ്. എനിക്ക് തരണ്ട, എനിക്ക് മാത്രമല്ല എനിക്ക് തരണം. അങ്ങനെ മാനവരകളെ മറവ് ചെയ്ത് പിന്നെ കല്ലിങ്ങനെ വെക്കുമ്പോൾ ഒരു കല്ല് പിന്നെ പെട്ടെന്ന് കുഞ്ഞാണ് അവർ പേടിച്ചു. അതായത് പിന്നെ മഹാനവരുടെ ശരീരത്തിൽ തട്ടിയോ നോക്കുമ്പോൾ മഹാനവരകൾ എണീറ്റ് നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം തുടങ്ങിയിരിക്കുന്നു. ആഹാരത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതിന് അപ്പുറമാണ്. അപ്പം ആ രൂപത്തിൽ പറഞ്ഞു. പിന്നെ ശാസ്ത്രം പറഞ്ഞല്ലോ മനാമ കണ്ടത് അതിലൂടെ തുടങ്ങി എണീറ്റ് പിന്നെ പറഞ്ഞ സംഗതി മോനെ അസിലമേ പിന്നെ നല്ല കണ്ടൂറട്ടെ പിന്നെ നല്ല ഉഷാറായിരിക്കുന്നുള്ള ആ ഒരു വർത്തമാനം അതെന്നെ വലിയൊരു വർത്തമാനം. കാരണം സ്വാധീനികമായ ആളുകളുടെ മനാമ് പിന്നെ രൂപത്തിൻ്റെ 46 ഒരു അംശമാണെന്ന് വിഭാഗം പരിശ്രമത്തിൽ കാണാം. ആ നിലയ്ക്ക് അവസാനമായി ഞാൻ കുറച്ച് നീണ്ടുപോയി. പിന്നെ അഭിപ്രായ നൃത്തങ്ങൾ പറഞ്ഞു ലൈസമിന്ന മല്ലം ജില്ല കബീറന വയസ്സദറ സഗീറന വയഅരിഫിൽ ആലിമിന. വലിയവരെ ബഹുമാനിക്കാത്തവൻ എന്ന പോലെ ചെറിയവരെ പിന്നെ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ
എന്ന പോലെ നമ്മളിൽപ്പെട്ട ഒരു ആലിമിന്റെ ഹക്ക് അറിയാത്തവൻ, ഒരു ആലിമിനോടുള്ള ഹക്ക് അറിയാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ നമുക്ക് ഉസ്താദിനോടുള്ള ഒരു ഹക്ക് ഉണ്ട്, അത് ചെറിയ ഹക്കല്ല. അങ്ങനെ തന്നെ പഠിപ്പിച്ചത് ഈ ആലിമിന നമ്മളുടെ ഒരു ആലിമിന്റെ ഹക്ക് അറിയാത്തവൻ നമ്മളിൽപ്പെട്ടവരല്ല. നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഉസ്താദിനോട് പിന്നെ അയ്യത്തൊക്കെ പറഞ്ഞതാണല്ലോ, ഉസ്താദിനോടുള്ള ആദരവിൽപ്പെട്ടതാണ് ഉസ്താദിന്റെ മക്കളെ ആദരിക്കല്, ഉസ്താദിന്റെ കറാബത്തിനെ ആദരിക്കല്, എത്രത്തോളം ഉസ്താദിന്റെ ഹാദിമീങ്ങളെ വരെ ആദരിക്കല്, ആ നിലക്കായിരുന്നു ഞാൻ ഉസ്താദിനെ കാണാൻ, ഉസ്താദിന്റെ ഹാദിമി, ഉസ്താദുമാരെ ഹാദിമി നിലയ്ക്ക്. അപ്പോൾ അതും നമ്മളുടെ ഒരു പദ്ധതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഉസ്താദിനോടുള്ള ഹക്ക് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.